കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. അല്ല, നിങ്ങളാരും കേറുന്നില്ലേ? ശാരദേട്ടത്തി, അത് പിന്നെ ഞങ്ങൾ അടുത്ത കാറിൽ വന്നോളാം. ചേച്ചി ചെല്ലേ. ശരി. ഇപ്പോ എന്നേക്കുമായി യാത്ര പറഞ്ഞു പോകുന്നു അല്ലല്ലോ ഗീതമോളെ. നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വരേണ്ടതല്ലേ? അല്ലേ വാര്യർ സാറേ? ഗീതയും ഗംഗയും ശാരദയെടുത്തെ പോലെ തന്നെയാ രുക്മിണിയും കണ്ടിട്ടുള്ളത്. മാഷുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അതിപ്പോ പറഞ്ഞിട്ട് എന്താ? ഒക്കെ ആ ഗംഗ ഒരുത്തി പറ്റിച്ച പണിയല്ലേ? ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് ശാരദയെടുത്ത് ഇങ്ങനെ പോകുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങളുടെയും കൂടെ വീടായിരുന്നു. വീട് അതുപോലെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? ഇങ്ങോട്ടൊരു നോട്ടം വേണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ശാരദയടത്തേക്ക് ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. കൂട്ടുകാരി വിളിക്കുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണേ മോളെ. അപ്പോ വാര്യർ സാറേ, ഇറങ്ങട്ടെ.
വാ അമ്മേ, ഇറങ്ങ്. അമ്മേ, ഞാൻ പന്തലിലെത്തിയിട്ട് ഇറങ്ങത്തുള്ളൂ. ഇങ്ങോട്ട് കയറ്, വാ. അമ്മേ, വാ അമ്മേ. സൗദേ, താനൂടെ ചെന്നൊന്ന് സഹായിക്കേ. ഒന്ന് ചെല്ലടോ. വാ അമ്മേ, ഇവിടെ ഒന്ന് കേറിയിട്ട് നമ്മൾ എല്ലാരും കൂടി ഒന്നിച്ച കല്യാണ സ്ഥലത്തേക്ക് പോകുന്നത്. അതെ, താനൊന്ന് പിടിച്ചേ, ചേച്ചി ഇറങ്ങി വരും. ചേച്ചി ഇറങ്ങ ചേച്ചി. വാ ചേച്ചി. അവിടെ ഇവിടെയും കേറുന്നതൊക്കെ കൊള്ളാം. മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുന്നേ. എന്താ ഞാൻ ഈ കണ്ടത്? ഇതിലാണോ നിങ്ങൾ ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോയത്? ഈ മാരണത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരുമെന്ന് ഒരു വാക്കിനോട് പറഞ്ഞോ? അപ്പൊ ഞാൻ ഇവിടെ ആരാ? സൗദാമിനി, നീ കാര്യം അറിയാതെയാ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. എന്റെ അറിവ് കൂടാതെ നിങ്ങൾ ഈ പണി ഒപ്പിച്ചത് എന്തിനാ? അവിടെ ചെന്നപ്പോ മരുമകളുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞു പോയി കാണും. അതോ ആ സ്ത്രീയോട് സഹതാപമോ? ഭർത്താവ് മരിച്ചതിന്റെ ക്ഷീണത്തിൽ നിൽക്കല്ലേ, അവർക്കൊരു സഹായം ആവശ്യ. സൗദാമിനി, നീ എഴുതാപ്പുറം വായിക്കരുത്. ആഹാ, എന്നാ എഴുതിയ പുറം എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്ക്. ഈ ഭ്രാന്ത് പിടിച്ചതിന് എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? രാവിലെ നീ ഇവിടെ ഒരു പ്രകടനം നടത്തിയത് ഓർമ്മയുണ്ടോ? കാപ്പ് കുടിച്ച് തീർക്കാൻ പോലും നീ എന്നെ സമ്മതിച്ചില്ല. ആക്ഷൻ കമ്മിറ്റിക്കാർ എന്നെ പാരച്ചൂട്ടിൽ കയറ്റുവന്നോ, തൊപ്പി തെറിപ്പിക്കുവന്നോ, എങ്ങനെ ഇറക്കി വിട്ടതിന് സമാധാനം പറയേണ്ടി വരുമെന്നോ നീ എന്നെ കുറെ അങ്ങ് മൂപ്പിച്ചില്ലേ? അതിനെല്ലാം കൂടെ ഒരു മറുപടിയാ നീ ഇപ്പൊ കണ്ടത്. ഓഹോ, അപ്പോ എന്നോടുള്ള പകരം വീട്ടലായിട്ടാണല്ലേ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ലടി മണ്ടി, ഒരു മുഴം മുൻകൂട്ടി ഞാനൊരു ഏറെറിഞ്ഞതാ. ഗീതയുടെ അമ്മ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കുന്നതാ ഇപ്പൊ സേഫ്. അവർക്കല്ല, നമുക്ക്.
ശാരദ അമ്മ മുല്ലമുറ്റത്തുള്ളത് കൊണ്ടാ ഗീത അവിടെ നിൽക്കുന്നത്. ഗീത അവിടെ ഉണ്ടെങ്കിൽ അവളെ മുൻനിർത്തി മാത്രമേ ആക്ഷൻ കമ്മിറ്റിക്കാർ പ്രവർത്തിക്കത്തുള്ളൂ. ഗീത അവിടെ ഇല്ലെങ്കിൽ ആരാ അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നത്? അത് മുന്നിൽ കണ്ടിട്ടാ രണ്ടിനെ ഞാനിങ്ങ് കൊണ്ടുവന്നത്. നാട്ടുകാരുടെ മുമ്പിൽ ഇതൊരു സൽക്കർമ്മമാണ്. ഏത് എന്ന് കരുതി ആ പ്രാന്തി പെണ്ണുപിള്ളയെ എങ്ങനെ ഇവിടെ താമസിപ്പിക്കുന്ന? ഞാൻ അടുത്ത് ചെന്നപ്പോ കണ്ടില്ലേ അവരെന്നെ കൈതട്ടി മാറ്റിയത്. ഇനി എപ്പോഴാ ഒച്ചയും ബഹളവും തുടങ്ങുന്നെന്ന് അറിയത്തില്ല. തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? എടി, പുള്ളിക്കാരി ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കത്തില്ല. ഇതൊരു പ്രത്യേകതരം മാനസിക രോഗമാണ്. എടി, ഭ്രാന്ത് പല തരത്തിലുണ്ട്. ചിലര് ചീത്ത വിളിക്കും, വയലന്റ് ആവും, ഉടുതുണി പറിച്ചെറിയും. ചിലര് മൗനം, ഒരക്ഷരവും മിണ്ടത്തില്ല, വല്ലപ്പോഴും ഒന്ന് ചിരിക്കും. ഗീതയുടെ അമ്മയെ ബാധിച്ചിരിക്കുന്നത് കുടുംബത്തിൽ പിറന്ന തരം വട്ട. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അതങ്ങനെ തന്നെ അങ്ങ് പോവും. ഇനി അഥവാ സംഗതി വഷളാകാൻ തുടങ്ങിയാൽ അതിനുള്ള പ്രതിവിധി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി വഷളാവാൻ നോക്കിയിരിക്കുക. വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ട് തള്ളിയാ മതിയായിരുന്നു നാശത്തിനെ. വേണ്ടി വന്നാ നമുക്ക് അതും ചെയ്യാൻ സൗദാമിനി. നീ ഒന്ന് സമാധാനിക്കേ. ഒന്ന് കാണാതെ ഞാൻ മറ്റൊന്നും ചെയ്യത്തില്ലെന്ന് നിനക്കറിയാലോ. 1.5 കോടി രൂപയുടെ വകയാ മുല്ലമുറ്റത്ത് കിടന്ന് വിലസുന്നത്. അത് ഇങ്ങു പോരാൻ ഇത്തരത്തിൽ ചില അഭ്യാസങ്ങൾ വേണ്ടിവരും. അതിന് സൗദാമിനിയും സഹകരിക്കണം. നിന്റെയും കൂടെ ആവശ്യമാണ്. എന്തായാലും എന്നോട് ആലോചിക്കാതെ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഒട്ടും ശരിയായില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നാശം പിടിക്കാൻ. കിടന്നു. അമ്മ കുറച്ചു നേരം വേണമെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം. ചായ മറ്റോ വേണോ അമ്മയ്ക്ക്? എനിക്ക് വേണ്ട. മാഷ്ട ചായ വേണോന്ന് ചോദിക്കേ. പാലൊഴിക്കണമെന്നില്ല. ഈ സമയത്ത് കട്ടൻ ചായ ഇഷ്ടം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ കിടന്നോ. ഇങ്ങോട്ട് വന്നേ. അമ്മയെ ശുശ്രൂഷിച്ച് സുഖിച്ചിരിക്കാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവര് പെറ്റുകിടക്കൊന്നുമല്ലല്ലോ അടുത്തിരുന്ന് പരിചരിക്കാൻ. അമ്മ ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നത്. പിന്നെ എന്തൊരു ചൂടാ. തണുപ്പാണെങ്കിൽ സാരമില്ല, പക്ഷെ അമ്മയ്ക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല. അയ്യോ, എന്നാലേ ഒരു AC വാങ്ങിച്ചു തരാൻ രമേശിനോട് പറയായിരുന്നു. എന്നോട് ആലോചിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് സ്വീകരിച്ചോണ്ട് വന്നിരിക്കുന്നത്. അതിന്റെ പേരിൽ നിന്റെ നായരോട് അവന്റെ അച്ഛനോട് എന്റെ കലി അടങ്ങിയിട്ടില്ല. ഇതിനകത്ത് സപ്രപഞ്ചത്തെ കൊച്ചുവർത്താനവും പറഞ്ഞ് അമ്മച്ചി മോളും കൂടെ സുഖിച്ചിരിക്കാന്ന് കരുതണ്ട. അടുക്കളയിൽ പിടിപ്പത് പണി കിടക്കുന്നു. അധികത്തിലുള്ളവർ കൂടെ വെച്ചുണ്ടാക്കണ്ടേ? അങ്ങോട്ട് എഴുന്നള്ളി ഒന്ന് വന്നാട്ടെ. ഞാൻ വന്നേക്കാം അമ്മേ. വരാം. എളുപ്പം വേണം. തള്ളയോട് പറഞ്ഞേക്കണം ഇവിടെ ശബ്ദം കേൾക്കരുതെന്ന്. അപ്പുറത്തേക്ക് എങ്ങാനും എഴുന്നേറ്റ് വരാനും പാടില്ല, കേട്ടോ? അതെ, ഭർത്താവ് പേർച്ചയെന്ന് വിളിക്കാറുണ്ടോ? അമ്മേ, ഇത് രമേശ് ചേട്ടന്റെ അമ്മയാ. അപ്പൊ നിന്റെ ഭർത്താവ് എന്തിയേ? ഞാനൊന്നും മറുപടി പറയുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് പാടി. അമ്മേ, ഇത് നമ്മുടെ വീടല്ല. ഈ മുറിന്ന് എങ്ങോട്ടും ഇറങ്ങി നടക്കല്ലേ. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അപ്പുറത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. അമ്മ ഇറങ്ങി വരില്ലേ? ഞാൻ ഇപ്പൊ വരാം, കേട്ടോ? ഗീതേ, അയ്യോ, അമ്മ എന്തിനാ മുറി പൂട്ടുന്നേ? ഒരു ഭംഗിക്ക് എന്റെ അമ്മ. മിണ്ടാതെ നടക്കടി. അവിടെ ഒരമ്മ.
രമേശേട്ടാ, ദേ കണ്ടോ? എന്താ? അമ്മയെ ദേ മുറിയിൽ പൂട്ടിയിട്ടു. ആര്? രമേശേട്ടന്റെ അമ്മ. മുറി അടച്ചു പൂട്ടാന്ന് പറഞ്ഞ എന്ത് കഷ്ട. അതിനെന്താ കുഴപ്പം? പുള്ളിക്കാരി എങ്ങോട്ട് ഇറങ്ങി പോകാതിരിക്കാനല്ലേ? നല്ല കാര്യമല്ലേ? അമ്മ എവിടേക്കും ഇറങ്ങി പോവില്ല. ഇത്രയും നാളും മുല്ലമുറ്റത്ത് നിന്ന് എങ്ങോട്ടും ഇറങ്ങി പോയിട്ടില്ല. ഇത് പക്ഷേ മുല്ലമറ്റല്ലല്ലോ. പോകാതെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ അമ്മയോട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. മുറിയൊന്ന് തുറക്കാൻ പറ. രമേശ, എന്താ ഇവിടെ പ്രശ്നം? നീ പറ. അമ്മയുടെ ഭാഗത്ത് നിന്ന് ശല്യമൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പു തരാം. ഇങ്ങനെ പൂട്ടിയിടരുത്. അതെ, മുറി പൂട്ടുകയല്ല, ചങ്ങലക്കിടയാ വേണ്ടത്. പോട്ടേന്ന് കരുതി ഞാനൊരു മര്യാദ കാണിച്ചപ്പോ അധികം കയറി വിളയല്ലേ? ദോഷമല്ലേ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ അമ്മ ഒരു ഉപദ്രവവും ആർക്കും ചെയ്യില്ല. പാവം ഒരു കോണിൽ എങ്ങനെ അടങ്ങിയിരുന്നോളും. ഉപദ്രവം കാണിക്കില്ലെന്ന് എന്താ ഉറപ്പ്? തലയ്ക്ക് സ്ഥിരതയുള്ള ആളാണോ? ഹും, ഒരു വട്ടി കേസ് വീട്ടിലുള്ളത് ബാക്കിയുള്ളവർക്ക് തലവേദനയാ. ദേവി, ഇത് ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേൾക്ക്. ദേ രമേശ, നിന്റെ പെണ്ണുമ്പിള്ളയോട് പറ അധികം അങ്ങ് വാചകം അടിക്കണ്ടാന്ന്. ഇനി സംസാരിച്ചോണ്ട് വന്ന ചങ്ങല എടുക്കും, പറഞ്ഞേക്കാം. നിന്നെ തീറ്റിപ്പോറ്റാനല്ലാതെ നിന്നെ തള്ളെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ, അച്ഛനും രമേശേട്ടനും കൂടി വന്നല്ലേ എന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ വാദിക്കാൻ തുടങ്ങ എന്നോട്. മതി കൊഞ്ചിയത്, പിടിപ്പത് പണിയുണ്ട് അപ്പുറത്ത്. വന്നേ, വരാൻ. ഞാൻ വന്നേക്കാം, അമ്മ വീട്. വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടി. എന്ത് ധൈര്യത്തിലാടി എനിക്കെതിരെ എന്റെ മോനോട് സംസാരിച്ചേ? കുടുംബത്ത് പോയി കുറച്ചു ദിവസം താമസിച്ചതിന്റെ നെകളിപ്പാണെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അമ്മയ്ക്കെതിരായിട്ട് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു ഈ വേഷം കൊണ്ട് നീ എന്റെ അടുത്ത് എടുക്കണ്ട. തള്ളയുടെ അടുത്തുനിന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോ നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? രമേശന്റെ അടുത്ത് പരാതി പറയാൻ പോയേക്കുന്നു. നിന്റെ അമ്മച്ചിക്ക് കാവലിരിക്കാൻ ഇവിടെ അവർക്ക് സമയമില്ല. അവരച്ഛനും മോനും ജോലിക്ക് പോണം. നിനക്ക് ഇവിടെ ആവശ്യത്തിന് പണിയുണ്ട്. എനിക്കാണെങ്കിലേ വല്ലവരെ നോക്കാൻ മനസ്സില്ല. തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീ കണ്ണു വെട്ടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി ആര് സമാനം പറയും? അവര് വല്ല റോഡിൽ ഇറങ്ങിപ്പോയി വല്ല വണ്ടിയുടെ മുമ്പിൽ ചാടി ആര് സമാനം പറയും? അതുകൊണ്ടാ മുറി പൂട്ടിയത്. അമ്മ അങ്ങനെ ഇറങ്ങി പോവില്ല. അതിനെന്താ ഉറപ്പ്? ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ എന്ത് ചെയ്യും, എങ്ങനെ പെരുമാറുമെന്ന് എങ്ങനെ മുൻകൂട്ടി പറയാൻ കഴിയും? അതോ നിന്റെ അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലാന്നുണ്ടോ? വട്ടാന്ന് അഭിനയിക്കാണോ? എങ്ങനെ വിശ്വസിക്കും? കുടുംബത്തിന്റെ പാരമ്പര്യം അത്തരത്തിലല്ലേ? ഇളയ മകൾ കല്യാണ തലേന്ന് വല്ലവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. മഹാനായ അച്ഛൻ കയറി കയറി തൂങ്ങി. അത് വെച്ച് നോക്കിയാ അമ്മച്ചിയുടെ അസുഖം അഭിനയല്ലെന്ന് ആർക്കറിയാം? ഇങ്ങനൊന്നും പറയില്ല അമ്മ, ദൈവദോഷം ഉണ്ടാവും. അയ്യോ, അല്ലെങ്കിൽ ദൈവം വാരിക്കോരി അനുഗ്രഹിച്ചിരിക്കല്ലേ, ദൈവദോഷം ഉണ്ടാവും പോലും. നീ എന്നിവിടെ കാലുകുത്തിയോ അന്ന് തുടങ്ങി ഈ വീടിന്റെ ദൈവദോഷം. പോരാത്തതിന് ഇപ്പൊ നാണക്കേടും. ഉന്തിന്റെ മുകളിൽ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ദേ ഒരെണ്ണത്തെ കൂടെ പാക്ക് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയെ വീട്ടിൽ തിരിച്ചു കൊണ്ട് വിട്ടാ പോരെ അമ്മ? ആ, ബുദ്ധിമുട്ടാണ്. പക്ഷേ നിന്റെ അമ്മയെ വീട്ടിലേക്കല്ല ഭ്രാന്താശുപത്രിയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നല്ല സുഖവാസമായിരിക്കും അവിടെ. എന്തായാലും നീ എന്നെ പറ്റി നല്ലത് പറയില്ലല്ലോ. എന്നാ പിന്നെ വല്ലതും ചെയ്തിട്ട് തന്നെ പഴി കേൾക്കാം. സത്യമായിട്ടും ഞാൻ അമ്മയ്ക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയെ പൂട്ടിയിട്ടതിലുള്ള വിഷമം ഞാൻ രമേശേട്ടനെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. വിഷമം രേഖപ്പെടുത്താൻ നീ ആരാ, MLA യോ? ദേ നോക്ക്, വലിയ അഭ്യാസം എടുക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ നീ മാത്രമല്ല നിന്റെ അമ്മയും വിവരം അറിയും. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളത് ഓർമ്മ വേണം. എന്തോന്നാ സൗദാമിനി ഇത്? എന്തു പറ്റി? പിന്നെ അന്വേഷണത്തിന് ആള് വന്നിരിക്കുന്നു. ഏണി കൊണ്ടുവന്ന് ചാരിയതേ ഉള്ളൂ. തുടങ്ങി തലവേദന. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ശാരദേച്ചിക്ക് സുഖമില്ലാത്തതല്ലേ, എങ്ങോട്ട് ഇറങ്ങി ചടഞ്ഞു വീഴണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ മുറിയൊന്ന് അടച്ചു, ചെറുതായിട്ടൊന്ന് പൂട്ടി. അപ്പോഴേക്കും മരുമോളെ രമേശന്റെ മുന്നിൽ പരാതിയായിട്ട് എത്തിയില്ലേ. ഞാൻ അവിടെ അമ്മയെ പീഡിപ്പിക്കുകയാണ് പോലും. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ.
കേട്ടോ കേട്ടോ, ഞാൻ നുണ പറയുവാന്ന്. എന്നിട്ട് രമേശിനെ എനിക്കെതിരെ പറഞ്ഞു തിരിപ്പിക്കാനുള്ള ശ്രമമാ. എന്ത് അതിക്രമമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛൻ, വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. സൗദാമിനി എന്തു പറയുമെന്നും എന്തു പറയില്ലെന്നും എനിക്കറിയാം. എവളുടെ അനിഷ്ടം വകവെക്കാതെ ഞാൻ നിന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തെങ്കിലും നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടല്ല, സഹതാപം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ വണ്ടി നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയനെ. സുഖചികിത്സക്കല്ല, സെല്ലിൽ അടച്ചിടാൻ. ഗീതയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ ആ സഹതാപം അങ്ങ് മറക്കും. അമ്മ ഭ്രാന്താശുപത്രി കിടക്കും. സൗദാമിനി പറയുന്നതനുസരിച്ച് നിന്നാൽ അത് ഒഴിവാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാ തീരുമാനിക്കേ. കേട്ടല്ലോ, ഞങ്ങള് രണ്ടുപേരുടെയും മാത്രമല്ല, രമേശിന്റെ അഭിപ്രായം ഇത് തന്നെയാ. വന്നാട്ടെ, ജോലി ബാക്കി കിടക്കുന്നു. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. പാട്ടുകൾ പാടാൻ കൊള്ളാം, കേൾക്കാനും കൊള്ളാം. കരകാണാ കടലിൽ ദിശ തെറ്റി നിൽക്കുന്ന നമ്മുടെ ഗംഗ ഇനി എന്നാണ് പ്രത്യാശയുടെ തീരം കാണുന്നത്? കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണി. കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണി. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണി. കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണി.